സുധി, യെസ്. എന്താണ്? എൻ്റെ അപ്രൈസലൊക്കെ കഴിഞ്ഞു സ്നേഹ. ആഹാ, എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. ഒരു 3.5 കിട്ടി. എനിക്കിത് അതിപ്പോ അറിയായിരുന്നു. അതിപ്പോ എന്തത്ര വലിയ സംഭവം? ഇല്ല, ഞാൻ എൻ്റെ റേറ്റിങ്സ് കണ്ട് ഞെട്ടിയില്ല. പക്ഷെ എൻ്റെ ബോസിൻ്റെ റിയാക്ഷൻ കണ്ട് ഷോക്കായി. എന്താണ് ആള് കാണിച്ചത്? കൺഗ്രാറ്റുലേഷൻ പറഞ്ഞു. കൺഗ്രാചുലേഷൻസ് ഈ ചെറിയൊരു ഇതിന് വേണ്ടിട്ടോ. അതല്ലേ ഞെട്ടിക്കേണ്ട ഒരു സംഭവം. അതിനേക്കാളും ഞെട്ടിക്കുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ. ഇപ്പോ ഇതിനേക്കാളും ഞെട്ടും, അടിപൊളിയായിട്ട് ഷോക്കാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും ഈ സുധി പറയണ പോലെ തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നെയാ പോയത്. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയൊരു കഥയാണ്. കേൾക്കണോ? താല്പര്യമുണ്ടോ? ഓഫ് കോഴ്സ് യെസ്. പക്ഷെ ഞെട്ടിക്കോ? സീരിയസ്ലി? ഉറപ്പായിട്ട്. എന്നാ പറയും സ്നേഹ. എനിക്കറിയില്ല ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഓക്കെ, പക്ഷെ ഇത് ഇൻസിഡന്റ് ഉണ്ടായത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദിസ് ഹാപ്പൻഡ് ഇൻ 80s നടന്നൊരു കഥയാണ്. പണ്ട് 80s. ഓക്കെ എൻ്റെ അമ്മൂമ്മയാണ് എനിക്ക് ഈ ഒരു കഥ പറഞ്ഞിരുന്നത്. ഓക്കെ. അമ്മൂമ്മ ആ ഒരു കാലഘട്ടത്തിൽ 80s ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ട്. അവർ ആ അയൽവക്കത്തെ ആ ഒരു വില്ലേജ് ഏരിയയിൽ തന്നെ അയൽവക്കത്തെ എല്ലാ സ്ത്രീകളും ഒരുമിച്ച് കൂടുന്നൊരു സമയമാണ്. അവരാ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? അവരുടെ ഒരു ക്വാളിറ്റി ടൈമാണ് അവിടെ സ്പെൻഡ് ചെയ്യണേന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാവും എന്നുള്ളതാണ്. എൻ്റെ അമ്മമ്മയുടെ പേര് സുമലത എന്നാട്ടോ. അപ്പോൾ സുമലത അമ്മമ്മയും അതുപോലെ തന്നെ ഒരുപാട് അമ്മമ്മമാരും കൂടി ഒരു 7-8 ആൾക്കാരുണ്ട് കേട്ടോ സുധി. ഇവരൊക്കെ കൂടെ ഇങ്ങനെ കുളിക്കാൻ വേണ്ടി രാവിലെ പോവും. അതും അവരുടെ മക്കൾക്കും അതുപോലെ തന്നെ ഹസ്ബൻഡ്സിനും എല്ലാവർക്കും വേണ്ടി ഫുഡും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഉച്ചക്കൽക്കുള്ള ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി അതൊക്കെ അവിടെ വെച്ച് അവരെല്ലാവരും സ്കൂളിലും ജോലിക്കൊക്കെ പറഞ്ഞയച്ച് അത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം ഒന്ന് കുളിക്കാൻ വേണ്ടി വരും. അതുപോലെ തന്നെ അവർ രാവിലെയും കുളിച്ച് കഴിഞ്ഞിട്ടേ വീട്ടിൽ പലഹാരം ഉണ്ടാക്കുള്ളൂ. പണ്ടത്തെ ഒരു ചടങ്ങല്ലേ? അങ്ങനെയാണ് അവർ നോർമലി അങ്ങനെയാണ് ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 6 മണി 7 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയമാണ് കേട്ടോ. ആ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മളാണ് ഇപ്പോൾ ലേറ്റായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആൾക്കാർ. പക്ഷെ ആ ഒരു സമയത്ത് അവർ 6 മണി 7 മണി ആകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കും. അപ്പം ദിവസത്തിൽ ഒരു 3 തവണയെങ്കിലും ഇവരെല്ലാവരും ഒരുമിച്ച് വരും. അതൊരു സന്തോഷമാണ്. അതെ, സന്തോഷമായിട്ടുള്ളൊരു മൊമെന്റ് ആണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു അമ്മൂമ്മ ജയമ്മൂമ്മ ഒരു ഫാമിലി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വന്നു. ജയമ്മൂമ്മ അവര് നെയ്ബേഴ്സായിട്ട് വന്നു. അവര് അങ്ങോട്ട് ആ ഒരു വില്ലേജിലോട്ട് അടിപൊളിയായിട്ട് എല്ലാവരും ഹാപ്പി ആക്കുന്നു. അങ്ങനെ സോഷ്യലി ഷീ ഈസ് വെരി വെരി ഗുഡ്. അപ്പോൾ ഒരു പുതിയൊരാളും കൂടെ ജയമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടെ അന്നത്തെ ഒരു നോർമൽ ഡേ ആണ്. ഇവരെല്ലാവരും ഒരു നോർമൽ ഡേയിലിട്ട് ജയമ്മ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നോർമലി യൂഷ്വലായിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ദിവസം ഒരു സ്ത്രീ ഉണ്ട്. അവര് ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരു അമ്മമ്മയുണ്ട്. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എടി നമുക്കൊന്ന് കുളിക്കാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ഒരു സന്ധ്യ സമയത്താണോ? അല്ല, ഒരു രാവിലെ ഒരു ഉച്ച സമയത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ജയമ്മ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ 2 പേരും കൂടെ നല്ല രീതിയിൽ സന്തോഷമായിട്ട് പോയി കുളിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു. നല്ല രീതിയിൽ ഇവർ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു സമയം. പിന്നെ ഇവർ 6 മണി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നൊരു സമയമില്ലേ. അപ്പോൾ ജയമൂമ്മ ആ സ്ത്രീയുടെ അടുത്ത് പറഞ്ഞു,
നീ എന്തായാലും വന്നത് നന്നായി. ആ സമയത്ത് എനിക്ക് അത്രയ്ക്കും കുറച്ച് തലയ്ക്കൊന്ന് ഇത് പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങോട്ട് പോയി ഒന്ന് സംസാരിച്ചൊന്ന് കുളിച്ചൊക്കെ വന്നപ്പോഴായിരുന്നു എനിക്ക് കുറച്ച് സന്തോഷം കിട്ടി എന്ന് പറഞ്ഞു. ഓ അപ്പോ ആ നെയ്ബർ, ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ഞാൻ എപ്പോ വന്നു? ഞാനിന്ന് രാവിലെ എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ പനിയായിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിലിരിക്കുകയായിരുന്നു എന്നാ പറഞ്ഞു. എന്താ പറഞ്ഞ ആള് she's not reacting the way she wanted അല്ലേ? Not reacting. She was not present there. She was not there. എന്താ പറയണേ സ്നേഹ? ആളെ പോലെ വേറൊരാള് വന്ന് വിളിച്ചു കൊണ്ടുപോയ പോലെയാണ് അവിടെ ഉണ്ടായത്. പക്ഷെ അതാര് അറിയില്ല, എവിടെന്ന് അറിയില്ല. അത് ചിലപ്പോ കളിയാക്കിയതായിരിക്കും സ്നേഹ. അല്ല, അവിടെ അതേ സമയത്ത് അവര് പനി വന്ന് ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കണ്ട ആൾക്കാരുണ്ട്, അവിടെ പോയ ആൾക്കാരും ഉണ്ട്. ആരാ സ്നേഹ? You don't know. ആർക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഇറ്റ്സ് എ മിസ്റ്ററി. ഈ ഒരു മിസ്റ്ററിയെ കുറിച്ചാണ് സുധി ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിന് ഈ ഒരു ചോദ്യചിഹ്നമാണ് ഈ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പറയാൻ പറ്റില്ല ആരാണ്, എന്താണ്, എവിടെ നിന്നാണ്. യു നോ വാട്ട് റിയലി ഹാപ്പൻ ടു ജയാമ ആഫ്റ്റർ ദാറ്റ്? ഷീ വെന്റ് ക്രേസി. തിരിച്ചു പോയി വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഷീ കൊലാപ്സ്ഡ്. വീണ് കഴിഞ്ഞപ്പോൾ പിന്നെ എണീറ്റത് ഒരു ഭ്രാന്തമായൊരു രീതിയിലായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ അടുത്ത് വരരുത്, നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ ആരവിടെ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്റെ അടുത്ത് വരരുത്. ആരാവിടെ? എന്തിനാ നിങ്ങൾക്ക് എന്നെ പിറകെ നടക്കുന്നേ? എന്നൊന്നും ഉപദ്രവിക്കാണ്ടിരിക്കും. നിങ്ങൾക്ക് എന്നെ എന്താ വേണ്ടേ? എന്നൊന്നും ഉപദ്രവിക്കാണ്ടിരിക്കോ? അതിനുശേഷം she collapsed again. 2 വട്ടം. You won't believe, ആ കൊലാപ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് when she woke up ഒരു കാര്യവും ഓർമ്മയുണ്ടായിരുന്നില്ല. What? She forgot everything. Everything she forgot. Yeah. ഈ ഒരു ക്രേസി ആയിട്ട് നടന്നിരുന്ന ഒരു സമയത്ത് എല്ലാവരും വിചാരിച്ചു എന്തെങ്കിലും അസുഖമായിരിക്കും, മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രാത്രിയിൽ എണീറ്റ് നടക്കുന്നു, രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് നടക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സംതിങ് ഇസ് റോങ്. പക്ഷെ വന്ന ആരാന്ന് അറിയില്ല. പിന്നെ ആ ഒരു കൊലാപ്സിന് ശേഷം പിന്നെ ഇപ്പോഴും ഒരു കാര്യവും ഓർമ്മയില്ല. ആരാണ്, എന്താണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ്, ആ ഒരു ദിവസം എന്താണ് നടന്നത്? Nothing at all. And no one dares to ask her also. ഇപ്പോഴൊരു ചോദ്യചിഹ്നമായിട്ട് നടക്കുകയാണ് ആ ഒരു കാര്യം. ആ ഒരു ദിവസം ആർക്കും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു എന്നാ പറഞ്ഞേ. എങ്ങനെയുണ്ട് കഥ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഷോക്കാക്കിപ്പിക്കുന്നു. അതാരാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയെങ്കിൽ ഞാൻ പറയില്ലല്ലോ. എനിക്കറിയാമെന്ന്. എന്തായാലും ശ്രുതി, ഇനി അതാലോചിച്ച് കുറച്ച് നേരം ഇരിക്കെ ഞാൻ എൻ്റെ അപ്രൈസലിൻ്റെ കാര്യങ്ങൾ പോയി നോക്കി. ഓക്കെ, ബൈ.